ഗുജറാത്തിലെ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രം. ഗുജറാത്തിലും ഇങ്ങനൊരു ക്ഷേത്രമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ മാറി ലക്ഷ്മിപുര എന്ന് പറയുന്ന സ്ഥലത്ത് ലാംബ കോർണറിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റോഡുണ്ടല്ലോ, അഹമ്മദാബാദ് ടു മുംബൈ ഹൈവേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഫ്രണ്ടിലെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നല്ല സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിതിരിക്കുന്നത്. ഏകദേശം 26 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. 1996 ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ ഞാൻ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പാർക്കിംഗ് പ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുജറാത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ ഇത്രയും സൗകര്യത്തിൽ, അതായത് ഇത്രയും വിസ്തീർണത്തിലുള്ള ഒരു ക്ഷേത്രം നമുക്ക് വളരെ ചുരുക്കം മാത്രമാണ് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഗുജറാത്തിൽ അഹമ്മദാബാദിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്ഷേത്രം, ഈ ഗുരുവായൂരപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ എല്ലാ ഉപദേവതകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അയ്യപ്പൻ, അതുപോലെ തന്നെ ഗണപതി, നാഗങ്ങൾ, പിന്നെ നവഗ്രഹങ്ങൾ എല്ലാം നമുക്ക്, ഹനുമാൻ, എല്ലാ ഉപദേവതകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ക്ഷേത്രം കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ, അതായത് നാട്ടിൻപുറത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ കേരളത്തിലുള്ള ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാം ഈ ഒരു ക്ഷേത്രത്തിലും ആഘോഷിക്കുന്നുണ്ട്. അതായത് ശിവരാത്രി, മഹാനവമി, വിജയദശമി, പിന്നെ രാമായണ മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഗുജറാത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്ഷേത്ര ദർശനം കഴിയുന്നതും എത്രയും വേഗം തന്നെ നടത്താനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ എല്ലാ വഴിപാടുകളും, പാൽപ്പായസ വഴിപാട്, എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ അമ്പലത്തിലത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധിക കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഗുജറാത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്ര ദർശനം നടത്തണം തന്നെയാണ് കേട്ടോ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങി നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടേക്ക് പോയപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ട് അധികം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.